നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി അപകടമുണ്ടാകുന്ന തരത്തിൽ ഒരു സാഹചര്യവും ഇല്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഏതൊരു വിമാനവും യാത്രയ്ക്കായി പുറപ്പെടുന്നത്. യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചാൽ തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്തി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ എയർലൈനിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച വിവാദമായിരിക്കുകയാണ്. യാത്രാ വിമാനത്തിന്റെ തകരാർ താൽക്കാലികമായി ടേപ്പ് ഒട്ടിച്ച് പരിഹരിച്ച് യാത്ര നടത്തിയിരിക്കുകയാണ് ഒരു വിമാനം. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചത് കണ്ടിരുന്നുവെങ്കിൽ 99% പേരും ആ വിമാനത്തിൽ കയറില്ലായിരുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ചും ആശങ്കകൾ ഉയർന്നു. ഇറ്റലിയിൽ ഓഗസ്റ്റ് 3 വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ 7:20 കഗ്ലിയറി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് 8:14 ഫ്യൂമിച്ചിനോ എയർപോർട്ടിൽ ഇറങ്ങിയ AEZ 1588 ITA എയർവേസ് വിമാനത്തിന്റെ മുൻഭാഗമാണ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിൽ കണ്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ സർദിനിയ റീജിയണൽ മുൻ പ്രസിഡന്റ് മൗറോ പിലിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇത് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ചതോടെയാണ് സംഭവം വൈറലായത്. ഈ വിമാനത്തിൽ റോമിലേക്ക് വന്നതാണ് സർദിനിയ റീജിയണൽ മുൻ പ്രസിഡന്റ് മൗറോ പിലി. ഫ്യൂമിച്ചിനോ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഇത്തരമൊരു ഗുരുതര വീഴ്ച യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം കുറിച്ചു. എന്നാൽ സംഭവം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പ്രതികരണവുമായി വിമാന കമ്പനിയും രംഗത്തു വന്നു. അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് എപ്പോഴും യാത്ര നടത്തുന്നത്. യാത്രക്കാരോടും ജീവനക്കാരോടുമുള്ള ബഹുമാനം നിലനിർത്തിയാണ് പ്രവർത്തിക്കുന്നത് എന്നുമാണ് വിഷയത്തിൽ ITA എയർവേസ് പ്രതികരിച്ചത്. വിമാനത്തിന്റെ ഒരു പാനലിൽ കേടുപാട് കണ്ടെത്തിയ സ്ഥലത്ത് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ അറ്റകുറ്റപ്പണികൾ അനിവാര്യമായിരുന്നുവെന്നും എയർലൈൻ കൂട്ടിച്ചേർത്തു. വിമാനത്തിന്റെ നിർമ്മാതാക്കൾ അംഗീകരിച്ച നിബന്ധനകൾക്ക് അനുസൃതമായി തന്നെയാണ് പ്രവർത്തിച്ചത് എന്നുമാണ് അവർ പറഞ്ഞത്. വിമാനത്തിൽ പതിച്ചത് അടിയന്തര സന്ദർഭങ്ങളിൽ താപവ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള പ്രത്യേക രീതിയിലുള്ള മെറ്റാലിക് ഹൈ സ്പീഡ് ടേപ്പ് ആണെന്നും എയറോനോട്ടിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളതാണെന്നും എയർലൈൻ അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം കരടി കാരണം വിമാനം വൈകി പുറപ്പെട്ട സാഹചര്യത്തിൽ യാത്രക്കാരുടെ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് ഇറാഖി എയർലൈൻസ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 2 നിന്ന് യാത്ര പുറപ്പെടേണ്ട വിമാനമാണ് ഒരു കരടി കുഞ്ഞു കാരണം വൈകിയത്. വിമാനത്തിലെ കാർഗോയിൽ നിയമപരമായി കൊണ്ടുവരികയായിരുന്ന കരടിയെ കൂട്ടിലടച്ചാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അബദ്ധവശാൽ ഇത് പുറത്തു ചാടുകയായിരുന്നു. ഇതോടെ യാത്രക്കാരും ജീവനക്കാരും എല്ലാം ഒന്ന് പരിഭ്രാന്തരായി. വിമാനത്തിൽ വെച്ച് കരടിയെ മയക്കിയ ശേഷം വിമാനത്തിൽ നിന്ന് പുറത്തിറക്കാൻ ജീവനക്കാർ UAE അധികൃതരുമായി ഏകോപിപ്പിച്ചിരുന്നു. തുടർന്ന് മയക്കിയ ശേഷമാണ് കരടിയെ കൊണ്ടുപോയത്. ഇതേ തുടർന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇതേ വിമാനത്തിന്റെ ഇറാഖ് തലസ്ഥാനത്തേക്കുള്ള മടക്കയാത്ര വൈകുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.